ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർക്കും കർത്തൃനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. 1 ശമൂവേൽ 2-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം, പിന്നീട് 9-ാം വാക്യവും വായിക്കാം. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. 9-ാം വാക്യം. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. തിരുവചനത്തിൽ അനേകം ഗാനങ്ങളുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് കന്യാമറിയാം പാടുന്ന പാട്ട്. അപ്പോൾ മറിയാം പറഞ്ഞത് എന്തെന്നാൽ, ലൂക്കോസിന് ശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നതാണ്. കന്യമാതാവ് ഒരു പാട്ട് പാടി. യേശു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന സമയത്ത് നാട്ടിൽ അപമാനവും അപവാദവുമായി വലയുന്ന സമയത്ത് കന്യാമാതാവ് യഹൂദ്യ പട്ടണത്തിൽ മലനാട്ടിൽ സഖരിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും ഭവനത്തിലേക്ക്, ചാർച്ചയിലുള്ളതാണ്, ആ ഭവനത്തിലേക്ക് യാത്ര പോയി. നാട്ടിൽ നിൽക്കാൻ വയ്യാത്തതുപോലെ ശാപങ്ങളും ശകാരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം ആയിപ്പോയി. വിവാഹം കഴിയാത്ത സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് യഹൂദി പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ടു പോയി. കന്യാമറിയാം അവിടെ ചെന്നപ്പോഴാണ് അതുവരെ കേട്ടതിന് വ്യത്യസ്തമായ ഒരു വാക്ക് കേൾക്കുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എലിസബത്ത് കന്യാമാതാവിനെ കണ്ട ഉടനെ പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എലിസബത്ത് പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്നെ സന്ദർശിക്കാമെന്നിരിക്കുന്നു. എന്തൊരു ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മറിയാം പറഞ്ഞത് എന്തെന്നാൽ, വായിച്ചേ. അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചിരിക്കുന്നു. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. കന്യാമാതാവിൻ്റെ ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്. കന്യാമാതാവിൻ്റെ ആ ധ്യാനം, ആ സ്തുതിപ്പ്, അത് വളരെയേറെ ഹൃദയത്തെ ആകർഷിക്കുന്നതും ഹൃദയത്തെ വശീകരിക്കുന്നതുമാണ്. ക്രിസ്തു ഉള്ളത്തിൽ വന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിയുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ആരാധനയുടെ മാഹാത്മ്യവും മഹത്വവും ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ പൊരുളും വാസ്തവത്തിൽ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. കന്യാമാതാവിന് സന്തോഷമുണ്ടായി. അടക്കാനാവാത്ത സന്തോഷം വാക്കുകളായി ഒഴുകി വരികയാണ്. അതാണ് ആ ഗാനം. ഇതുപോലുള്ളൊരു ഗാനമാണ് നാം ആദ്യം വായിച്ചത്, ഹന്നായുടെ ഗാനം. ഹന്നയ്ക്ക് ഒരു മകനെ കിട്ടി. മച്ചിയെന്ന് എല്ലാവരും ധരിച്ചിരുന്ന ഹന്ന, ഒരു കുഞ്ഞുണ്ടാവുകയില്ലെന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരുന്ന ഹന്ന, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന ഹന്ന, പക്ഷേ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെയും പ്രാർത്ഥിച്ചു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഒരവസരത്തിൽ അവൾ മുഖം വാടി നിന്നവളായിരുന്നു. വാടിയ മുഖത്തോടെ നിന്നു. വളരെ മ്ലാനവദനിയായിട്ടാണ് അവൾ ദേവാലയത്തിൽ വന്നത്. ഒരു ദിനം അവളെ നോക്കുമ്പോൾ അവൾക്ക് രണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെയോ ലഹരി പിടിച്ചതുപോലെയൊക്കെ തോന്നി. കാരണം ഹന്ന ചുണ്ട് പടവ് എങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് വാക്കുകൾ തിരിയുന്നില്ല, പക്ഷേ അപശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
എന്തെല്ലാമോ അവൾ പറയുന്നത് അടക്കാനുള്ള ബന്ധപ്പാടിൽ വാക്കുകൾ പുറത്ത് വരുന്നില്ല. അങ്ങനെ ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഹന്ന ഇന്ന് അവൾ ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് ഒരു മകനെ തന്നാൽ അവൻ എന്നെന്നും നിനക്കുള്ളവനായിരിക്കും. ഹന്ന ഒരു പ്രതിഷ്ഠയെടുത്തു, വ്യക്തമായൊരു തീരുമാനമെടുത്തു. നീ എനിക്കൊരു മകനെ തന്നാൽ അവൻ എന്നെന്നും നിൻ്റേതായിരിക്കും, എൻ്റേതായിരിക്കില്ല. എനിക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ അവനെ ഏതാനും വർഷങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ വളർത്തും. പക്ഷേ ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ കാഴ്ച അണയ്ക്കും, അവൻ നിൻ്റേതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വലിയൊരു സമർപ്പണമാണ് ഹന്ന എടുത്തത്. ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ എന്നും നിൻ്റെ വകയായിരിക്കും. നീ എനിക്ക് തന്നതൊന്നും എൻ്റെ ആയിരിക്കുകയില്ല. നീ എനിക്ക് തരുന്നതും തന്നതും ഒന്നും എൻ്റെ ആയിരിക്കുകയില്ല. എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കാണുകയില്ല. അതെല്ലാം നിൻ്റേത്. അത് ഒന്ന് ഭരിക്കാനും ആ കാര്യങ്ങളെല്ലാം നിവർത്തിക്കാനുമായി എന്നെ നീ ഒരു ചുമതലക്കാരനായി, ഒരു മാനേജരായി നിയമിക്കുന്നതേ ഉള്ളൂ. എൻ്റെ മക്കളെ നീ എനിക്ക് തന്നിരിക്കുന്നു, അത് ഞാൻ വളർത്തുന്നു. പക്ഷേ അത് നിനക്കായിട്ടാണ് ഞാൻ വളർത്തുന്നത്, നിനക്കായിട്ടാണ്. എനിക്ക് നീ ജോലി തന്നിരിക്കുന്നു, ഞാൻ ആ ജോലി ചെയ്യുന്നത് നിനക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. മാസം തോറും എനിക്ക് ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം അല്ലെങ്കിൽ ദിവസം തോറും കൂലി കിട്ടുന്നു. ആ ശമ്പളം അത് ഞാൻ ഏറ്റുവാങ്ങി അതിൻ്റെ ഒരു ഏജൻറ്റ് പോലെയോ അല്ലെങ്കിൽ മാനേജർ പോലെയോ നിൽക്കുന്നേ ഉള്ളൂ. എൻ്റെ അല്ലത്. അത് നാഥ നിൻ്റേതാണ്. നീ എനിക്ക് തരുന്ന ശമ്പളം നിൻ്റേതാണ്. നീ എനിക്ക് തരുന്ന പെൻഷൻ നിൻ്റേതാണ്. നീ എനിക്ക് തരുന്നതായ സമ്പത്തുകൾ നിൻ്റേതാണ്. അതൊന്നും എൻ്റേതല്ല. നീ തന്നതേ ഉള്ളൂ. തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരണം. ഇങ്ങനെയുള്ള സമർപ്പണത്തിൽ നിന്നുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. അപ്പോഴാണ് കർത്താവ് നമുക്ക് നാം ചോദിക്കുന്നതൊക്കെയും തരുന്നത്. ഹന്ന പ്രാർത്ഥിച്ചത് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. മകൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ശമൂവേൽ എന്ന് പേരിട്ടു. യഹോവയോട് ചോദിച്ച് വാങ്ങുകയാണ്, അപേക്ഷിച്ച് വാങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങണം. നിങ്ങൾക്കുള്ള അനുഗ്രഹം കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം നിങ്ങൾ യഹോവയോട് ചോദിച്ച് വാങ്ങണം. ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങണം. മുട്ടിപ്പായി അപേക്ഷിച്ച് വാങ്ങണം. തരുന്നത് വരെയും അപേക്ഷിച്ച് വാങ്ങണം. സ്വർഗ്ഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ കണ്ണുയർത്തുന്നു. 123 സംഘത്തിൽ, സ്വർഗ്ഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്നപോലെ യഹോവേ, നീ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃപ ചെയ്യുവോളം, മടുപ്പില്ല. കിട്ടുന്നവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നവരെയും അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജോലി വേണം, നിങ്ങളുടെ രോഗം മാറണം, നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഫീൽഡ്, അതിനുള്ള വയൽ കിട്ടുന്നില്ല. നിങ്ങൾ യഹോവയോട് ചോദിച്ച് വാങ്ങണം. ചോദിച്ച് വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അനേകം ഭാരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളിൽ നിറയെ വഹിക്കാൻ വയ്യാത്ത ചുമടുകളുണ്ട്, താങ്ങാൻ വയ്യാത്ത ചുമടുകളുണ്ട്. വലിയ ചുമടുകൾ, ഹെവി ബേർഡൻസ്, വളരെ ഭാരമേറിയ ചുമടുകളാണ് എല്ലാവർക്കും. എന്തിനാ, കൊച്ചു കുട്ടികൾക്ക് പോലും ഉള്ളിൽ ഭയങ്കര ടെൻഷൻ. നമുക്ക് തോന്നുന്നു എന്തിനാ ടെൻഷൻ എന്ന്. ഞാനൊക്കെ ചിന്തിക്കുകയാണ്, എന്തിനാ ടെൻഷൻ? എന്ത് കാര്യത്തിൽ? കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ഫീസിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, പുസ്തകത്തിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, ഷൂസിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, ഡ്രസ്സിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, ഒന്നും വേണ്ട. അതെല്ലാം അപ്പനോ അമ്മയോ അവർക്ക് കൊടുക്കുന്നു. എന്നാൽ പക്ഷേ അവർക്ക് ഉള്ളിൽ വലിയ അഗ്നിപർവ്വതമാണ്, ഉള്ളിൽ തീയാണ്. അവരോരോരുത്തരും ഓരോ തീക്കൊള്ളികളായിട്ടാണ് നടക്കുന്നത്, ഉള്ളിൽ തീയും പേറിക്കൊണ്ട് പല പ്രശ്നങ്ങൾ. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്, അനേകം ഭാരങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. പലതും ഒരുപക്ഷെ കൂട്ടുകാരിൽ നിന്നുള്ള പ്രശ്നമായിരിക്കാം, അധ്യാപകരിൽ നിന്നുള്ളതായ ഒരു വേണ്ടാത്ത രീതിയിൽ സ്നേഹമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെ വരും. അതെല്ലാം കുട്ടികളെ വല്ലാതെ അവരെ പീഡിപ്പിക്കും, അവരുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തും. എല്ലാവർക്കും പ്രശ്നങ്ങൾ. ഇപ്പോൾ നിന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾ, ദൂരെ ഇരുന്ന് കേൾക്കുന്നവർക്കും ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് ഉള്ളിൽ വാസ്തവമായ ഒരു സന്തോഷമുണ്ടോ? വാസ്തവമായൊരു സ്വസ്ഥതയുണ്ടോ? എന്തെല്ലാമോ ചില അസംതൃപ്തികൾ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നു. എന്തെല്ലാമോ ചില ഊരാക്കുരുക്കുകൾ നിങ്ങൾ വലയം ചെയ്യുന്നു. നിങ്ങൾക്കതിനെ അറിയാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങൾ പെട്ട് ഒഴിലുന്നു.
കരകയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ കരയേറ്റം കിട്ടുന്നില്ല. ഒന്ന് കരപറ്റണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എന്തെല്ലാമോ ചില പ്രശ്നങ്ങളാണ്. നമുക്ക് ആർക്കും ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും വയ്യാത്ത പ്രശ്നങ്ങളുള്ള അനേക ആളുകൾ ഇവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങൾ ഓർക്കൂ, നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തു, ജീവിക്കുന്ന ക്രിസ്തു, ഇന്ന് നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ ചെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് തരുവാൻ കർത്താവ് സന്നദ്ധനാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, സംശയിക്കേണ്ട. ഒരു ഊഹാപോഹമല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി കർത്താവിൻ്റെ വാതിൽപ്പടിയിലിരുന്നു കൊണ്ട്, കർത്താവേ എന്നോട് മനസ്സറിയണമേ, ഞാൻ ഇനി എൻ്റേതായിട്ടൊന്നും എനിക്കില്ല, എല്ലാം നിൻ്റേതായിട്ട് ഞാൻ തന്നു കഴിഞ്ഞിരിക്കുന്നു, നാഥ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമേ. നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കൂ, കാണാം നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കൂടെ കൂടി ഇരിക്കുന്നു, ഞാനും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറയട്ടെ. നമ്മളെ എല്ലാവരെയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യേശുവുണ്ട്. എത്രയോ ഉന്നതനായ ക്രിസ്തു നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങൾ അവൻ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ കൂടി പോകുന്ന ചിന്തകൾ, ഈ വചനം കേൾക്കുമ്പോൾ പോലും ഹൃദയത്തിൽ വരുതാത്ത ചില ചിന്തകൾ വരുന്നത് അതുപോലും അവൻ കാണുന്നു. അരുതാത്ത ചില മത്സര ചിന്തകൾ വരുന്നതും കോപചിന്തകൾ വരുന്നതൊക്കെ അവൻ കാണുന്നു. മനസ്സിലുള്ളതായി ഈർഷ്യയും പകയും പുകയുന്നത് അവൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ വെറുങ്കയ്യായി വിടരുന്ന ക്രിസ്തുവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷാദം മാറ്റി ആനന്ദം തന്ന് നിങ്ങൾ വിടാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഓർത്തുകൊള്ളണം, ചോദിച്ച് വാങ്ങാൻ മറക്കരുത്. ചോദിച്ച് വാങ്ങണം, കർത്താവിനോട് അപേക്ഷിച്ച് വാങ്ങണം. ഹന്ന ഒരു കുഞ്ഞിനെ അപേക്ഷിച്ച് വാങ്ങി. എന്നും ദുഃഖമായിരുന്നു അവൾക്ക്, എന്നും മ്ലാനതയായിരുന്നു അവൾക്ക്. കുഞ്ഞില്ല എന്നുള്ള ദുഃഖം മാത്രമല്ല, അവളുടെ കൂട്ടുകാരി പെനിന്ന അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ഒരു കുഞ്ഞില്ല എന്നുള്ളത് വേദന തന്നെയാണ്. പക്ഷേ അവളുടെ കൂട്ടുകാരി പെനിന്ന അവളെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്നു, പരിഹസിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഊഹിക്കാം. അങ്ങനെ വേദത്തിലാക്കിയില്ല. നീ വലിയ ഭക്തിയായിട്ടൊക്കെ നടക്കുകയാണല്ലോ, എന്നിട്ട് എന്ത് ചെയ്യേ? വലിയ ഭക്തിയും ഭാവിച്ചുകൊണ്ട് നടന്നപ്പോൾ നിനക്കെന്താ മക്കളില്ലാത്തത്? നോക്കി, എനിക്കെത്ര മക്കളാണ് ഉള്ളത്? നിൻ്റെ ഈ ഭക്തിയൊക്കെ വെറുതെയാണ്, ഇതെല്ലാം വെറും കാപട്യമാണ്, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇതൊക്കെ പറഞ്ഞ പാവം ഹന്നയെ ആ സ്ത്രീ പെനിന്ന കളിയാക്കിക്കൊണ്ടിരുന്നു. ഈ പരിഹാസത്തിൻ്റെ ശരങ്ങളേറ്റ് പിടയുകയാണ് ഹന്ന. പരിഹാസം. പക്ഷേ ആ പരിഹാസത്തിൻ്റെ ഇടയിൽ അവളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വെളിച്ചമുണ്ട്. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന്. എനിക്ക് എല്ലാ സങ്കടങ്ങളും പറയാൻ എനിക്കൊരാളുണ്ട് എന്ന് മറക്കരുത്. എൻ്റെ സങ്കടങ്ങളെല്ലാം ഒന്ന് പറയാൻ എനിക്കൊരാളുണ്ട്. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറക്കരുത്. എനിക്കൊരാളുണ്ട് എല്ലാം പറയാൻ. പക്ഷേ ഭർത്താവിനോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കാണും. ഭർത്താവിനോട് പറഞ്ഞാൽ പാവം അദ്ദേഹത്തിന് വിഷമം കൂടും, അതുകൊണ്ട് പറയുന്നില്ലായിരിക്കും. ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് ഒന്നുകൂടി ആകുലപ്പെട്ടു പോകും, അദ്ദേഹത്തോട് പറയേണ്ട, പാവം വിഷമിക്കേണ്ടെന്ന് വിചാരിക്കും. ഭാര്യയോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, ചില ദുഃഖ വിഷയങ്ങൾ, ചില ഊരാക്കുരുക്കുകൾ, ചില പ്രശ്നങ്ങൾ, പൈസയുടെ ചില ദൃഷ്ടിമുട്ടുകൾ, വിഷമങ്ങൾ, ഇതൊക്കെ പാവം ഭാര്യയെ പറഞ്ഞ് അവളെയും കൂടി ദുഃഖിപ്പിക്കുന്നതിന് മിണ്ടുന്നില്ല. ആരോടും പറയാനാകാതെ നിങ്ങൾ ഉള്ളൊതുക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഉള്ളൊതുക്കി പിടിച്ചിരിക്കുകയാണ് ചില യാതനകൾ. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല മുഖം മ്ലാനമാകുന്നത്, ഹൃദയം വാടുന്നത്. ഹൃദയം വാടിയിരിക്കുന്നു, മുഖം വാടിയിരിക്കുന്നു, മുഖം മ്ലാനമായിരിക്കുന്നു. ശോകം തിങ്ങിയ മുഖം, ദുഃഖം തിങ്ങിയ മുഖം. ആകെ ഒരു നടക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നില്ലേ ഉണ്ട്, ഉറങ്ങുന്നില്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദിവസങ്ങൾ തള്ളിനീക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാക്ഷാത്തായ സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഉള്ളൊരു സുഖം കിട്ടുന്നില്ല, മനസ്സിനൊരു ഉന്മേഷം കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹന്നയുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. എന്നാൽ ഹന്ന ഒരു മടിയും കൂടെ ദൈവസന്നിധിയിലേക്ക് ചെന്നു. ഹന്ന ദൈവസന്നിധിയിൽ ചെന്ന് അവളുടെ ഉള്ളു പകർന്നു. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള കൊച്ചുകുട്ടികൾ പോലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങൾക്ക് സ്വന്തമായ കാര്യങ്ങൾ നിങ്ങൾ കർത്താവിനോട് പറയണം. നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിലെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കർത്താവിനോട് തുറന്നു പറയണം. കൊച്ചുകുട്ടികൾ പറയണം, അങ്ങനെ പഠിക്കണം ചെറുപ്പപ്രായം മുതൽ.
ദൈവത്തിന് സ്തോത്രം. ചെറുപ്രായം മുതൽ അങ്ങനെ ഒരു പഠിത്തം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവിൽ ആനന്ദിച്ച ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. വളർന്നു വരുമ്പോൾ തെറ്റായ വഴികളിലേക്ക് പോകാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. ബാല്യം മുതലേ ശീലിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ബാല്യത്തിൽ ഭാഗ്യവശാൽ കിട്ടിയൊരു വലിയ ഭാഗ്യം. എൻ്റെ അമ്മ നിർബന്ധിച്ചു, വേദപുസ്തകം വായിക്കാതെ കിടന്നുറങ്ങാൻ പറ്റുകയില്ല. ഒരധ്യായമെങ്കിലും വായിച്ചേ പറ്റൂ, നിർബന്ധമായിരുന്നു. 2 നേരം നമസ്കാരം കൂടിയേ കഴിയൂ. ഉറക്കക്ഷീണമാണെന്ന് പറഞ്ഞാലൊന്നും പറ്റുകയില്ല, നിർബന്ധമാണ്. ചിലപ്പോൾ എന്നെ ശകാരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ബാല്യം മുതലേ പ്രാർത്ഥനയും തിരുവചനം വായിക്കലും എല്ലാം ഒരു പതിവായി തീർന്നു. പിന്നെയാണ് എനിക്ക് എൻ്റെ സ്വന്തം ഹൃദയത്തിൻ്റെ വേദനാ വിഷയങ്ങളെല്ലാം ദൈവത്തോട് പറയാൻ തോന്നിയത്. ചെറുപ്പം മുതലേ വേദനയായിരുന്നല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൻ മരിച്ചതുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ അനാഥത്വം ഉണ്ടായിരുന്നു, അഗതിത്വം ഉണ്ടായിരുന്നു. അഗതി, ദൈവത്തിന് സ്തോത്രം. ഗതിയേറ്റവൻ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഗതി പോയി, എല്ലാം പോയി, മുന്നോട്ടുള്ള ആക്കം പോയി ആണ് ചിന്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മുഖം വാടിയിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ ദൈവത്തിൻ്റെ ആ സ്നേഹം അപ്പോൾ പിന്നെ ഹൃദയം തനിയേരും ദൈവത്തോട് പറയാൻ തുടങ്ങി. ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു നല്ല വാചകശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയൊന്നായിരുന്നില്ല. എൻ്റെ വേദനകളൊക്കെ ഞാൻ തുറന്നു പറയും. എൻ്റെ വേദനകളൊക്കെ ഞാൻ തുറന്ന് യേശുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നും, ഇന്നതൊന്നും ഇല്ല. നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നും. അന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞങ്ങളുടെ കിടപ്പുമുറിയിൽ വന്ന് ഞാൻ കിഴക്കോട് തിരിഞ്ഞ് കുരിശ് വരച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയുള്ളൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് വന്ന് വീണ്ടും ഭക്ഷണത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലും, പുസ്തകത്തിലുള്ളത്. അങ്ങനെ ഇത് കാണാൻ പഠിച്ചു. അതൊരു പതിവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില മേന്മകൾ പറയാനൊന്നും അല്ല ഈ പറഞ്ഞത്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് ഒരു ആഭിമുഖ്യമുള്ളവരായിത്തീരണം. ദൈവത്തെ നിങ്ങൾക്കൊരു സ്നേഹമായി തീരണം. നിങ്ങൾ വളർന്നു വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. അവൻ നിങ്ങളുടെ കാര്യം നോക്കും. ഹന്ന വാടിയ മുഖമുള്ളതായി നിന്നു, വാടിയ മുഖം. പക്ഷേ വാടിയ മുഖം പ്രസന്നമായി തീർന്നു. സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വാട്ടം മാറ്റാൻ, നിങ്ങളുടെ വാടിയ മുഖത്തെ പ്രസന്നമാക്കാൻ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് കടന്നുപോയി ദുഃഖത്തോടിരിക്കുന്ന ഒറ്റപ്പെട്ടവരുണ്ട്, വിധവമാർ. ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ അവൾ വിട്ടുപോയി, അതിൽ വേദനിച്ച് വിഷമിച്ച് കഴിയുന്ന ഭർത്താക്കന്മാരുണ്ട്. ചില നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസമായി ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്നതായ, സ്വരച്ചർച്ചയില്ലാതെ കഴിയുന്നതായ അനേകം കുടുംബങ്ങളുണ്ട്. ഇതെല്ലാം വേദനാകരമായ അനുഭവങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനെ കുഴക്കുന്ന പ്രശ്നങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നവർ അനേകരുണ്ട്. മുഖം വാടിയിരിക്കുന്നവർ. കടം വന്ന് വരികയും മുഖം വാടിപ്പോയി. രോഗം വന്നിരിക്കുന്നു, മുഖം വാടിപ്പോയി. രോഗം ചികിത്സിച്ചാൽ ഫലമില്ലെന്ന് തോന്നുന്നു, മുഖം വാടിപ്പോയി. മനസ്സിന് ഉന്മേഷം തളർന്നുപോയി. എല്ലാം തകർന്ന് കിടക്കുകയാണ്. സ്തോത്രം. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു നിങ്ങളുടെ മുഖത്തിൻ്റെ വാട്ടം മാറ്റുവാൻ മതിയായവനാണ്. നെഹമ്യാവിൻ്റെ മുഖത്തിൻ്റെ വാട്ടം മാറ്റിയ ക്രിസ്തു, കയ്യിൻ്റെ മുഖത്തിൻ്റെ വാട്ടം കണ്ട് കയ്യിനെ ശാസിച്ച ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, ജീവനുള്ള ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ മുഖത്തിൻ്റെ വാട്ടം കണ്ട് കർത്താവ് സഹതാപത്തോടെ നിങ്ങൾ നോക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി കർത്താവ് കരയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി കർത്താവ് വേദനിച്ച് നിൽക്കുകയാണ്. എങ്ങനെ ഈ മനുഷ്യൻ്റെ മുഖം ഒന്ന് പ്രസന്നമാക്കേണ്ടു എന്നാണ് കർത്താവ് നോക്കുന്നത്. എൻ്റെ ഈ മകൻ്റെ മുഖം ഒന്ന് പ്രസന്നമായി കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവ് നോക്കുന്നത്. ഈ മോളുടെ മുഖം ഒന്ന് പ്രസന്നമായി കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുഖത്തിന് പ്രസന്നത കൈവരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം കൂടി വാരിക്കൂട്ടി കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? നിങ്ങൾക്ക് എല്ലാ ഭാരങ്ങളും, നിങ്ങളുടെ മനസ്സിനലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാം കൂടി വാരിക്കൂട്ടി എല്ലാ ഈ ഹെവി ബേർഡൻസ്, ഈ വലിയ ഭാരമേറിയ ചുമടുകളും കർത്താവിന് മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാമോ? അതെല്ലാം കർത്താവ് ഏറ്റെടുക്കും. അവൻ്റെ ദയാദൃഷ്ടി അതിന്മേൽ പതിയും. അതെല്ലാം ആവിയായി പോകും. എല്ലാം മാറിപ്പോകും. അത്ഭുതമാണ് ഞാനീ പറയുന്നത്, അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭാരങ്ങളും ഈ ചുമടുകളെല്ലാം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാക്കൽ വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. എൻ്റെ ഭാരം എവിടെ പോയി? എൻ്റെ ചുമട് എവിടെ പോയി? അപ്പോൾ നിങ്ങളുടെ മുഖം പ്രസന്നമാകും. എല്ലാം ഏറ്റെടുക്കാനൊരു നല്ല യേശുവുണ്ട്. എല്ലാം കാണുന്നൊരു നല്ല യേശു ക്രിസ്തുവുണ്ട്. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമുണ്ട്. സ്തോത്രം.
ഈ ഹന്ന അവൾ പറഞ്ഞു, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവൻ ശമൂവേൽ എന്ന് പേരിട്ടു. ആ അധ്യായത്തിനൊടുവിൽ നാം കാണുന്നുണ്ട് 27-ാം വാക്യം, 1-ാം അധ്യായം 27-ാം വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ ബാലിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ദേവാലയത്തിൽ ഇത് പറയുകയാണ്. പണ്ട് കണ്ട ആ പുരോഹിതനോട് തന്നെ പറയുകയാണ്, ഏലി എന്ന് പറയുന്ന പുരോഹിതനോട് പറയുകയാണ്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്നു. എനിക്കൊരു ബാലനെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അത് ദൈവം കേട്ടിരിക്കുന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്നു. യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് വേണ്ടി ഞാൻ അവനെ വേർതിരിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഞാൻ അവനെ അർപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ അടിയറ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ചടങ്ങുണ്ട്. അതൊരു ഒന്നും ചിന്തിച്ചിട്ടല്ല. ചില കുട്ടികളുണ്ടാകുമ്പോൾ അവരെ പത്രോസ്മാർക്ക് അടിയറ വയ്ക്കുന്നു, അടിമ വയ്ക്കുന്നു എന്ന് പറയും, അടിമ വയ്ക്കുന്നു. അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ട്. പക്ഷേ അതെന്താണ് ആ അടിമയായിട്ട് വെക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുന്നില്ല. ഇത് യഹോവയ്ക്ക് ഞാൻ അടിമയായി വെച്ചിരിക്കുന്നു പറഞ്ഞാൽ നാം എല്ലാവരും അങ്ങനെ പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞാൽ അതനുസരിച്ച് ഞാൻ ജീവിക്കണം. പത്രോസ്മാർക്ക് ഞാൻ അടിമ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, ശരിയാണ്. പക്ഷേ ആ കുഞ്ഞെങ്ങനെ വളരുന്നു ചിന്തിക്കുന്നില്ല. ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ ചിന്തിക്കുന്നില്ല. ആ കുഞ്ഞ് പിശാചിനെ ഉപേക്ഷിച്ച് ജീവിക്കുകയാണോ ചിന്തിക്കുന്നില്ല. ആ കുഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ ചിന്തിക്കുന്നില്ല. ആ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ ചിന്തിക്കുന്നില്ല. അടിമ വെച്ചു എന്ന് പറഞ്ഞ് അഭിമാനം പൂണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതല്ല, അങ്ങനെയുള്ള ചടങ്ങുകളല്ല വേണ്ടത്. ആ ചടങ്ങുകളെല്ലാം അർത്ഥശൂന്യമാണെന്ന് ഞാൻ പറയും. ചടങ്ങുകളെല്ലാം അർത്ഥശൂന്യം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിന് വേണ്ടി നിവേദിക്കുക, ദൈവത്തിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വിട്ടുകൊടുക്കുക. എല്ലാം അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യൂ. കാണാം ദൈവം വെച്ചടം നിങ്ങൾ വളർത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ വിദ്യാഭ്യാസം നടത്തൂ. കാണാം നിങ്ങൾ തൊട്ടതിന് നിങ്ങൾ ഉയർന്ന് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭൗതികമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി അടിയറ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കാതലായ മാറ്റം വരും. നിങ്ങളുടെ സ്വഭാവത്തിലെ കോപം മാറിപ്പോകും. കോപം ഇന്ന് അനേക കുടുംബങ്ങളെ വലയ്ക്കുന്നൊരു വലിയ പ്രശ്നം കോപമാണ്. പെട്ടെന്ന് ഞെട്ടിക്കുന്ന കോപം, പൊട്ടിത്തെറിക്കുന്ന കോപം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്ന, എന്തെങ്കിലും കോപിച്ച് സംസാരിക്കുന്നതായ പ്രകൃതം, ഇതെല്ലാം മാറും. ശാന്തത കൈവരും. ഒരു ശാന്തതയും ശാലീനതയും നമുക്ക് ഉണ്ടാകും. ഒരു സൗമ്യത നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു സൗമ്യത നമ്മെ വലയം ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചു പൊങ്ങുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, യഹോവയ്ക്ക് ഇവനെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹന്ന ശമൂവേലിനെ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഹന്ന പാടിയ പാട്ടാണ് നമ്മുടെ ചിന്താവിഷയം. എന്താണത്? ഹന്ന പാടിയത്, അവൻ ദരിദ്രനെ പൊടിയിൽ നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിവർത്തുന്നു, അവൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. സ്തോത്രം. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അഗതിയെയും ദരിദ്രനെയും ദൈവം കടാക്ഷിക്കുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, വെറുതെ ഇരിക്കരുത്. സജീവമായ ചില അനുഭവങ്ങൾ വരാൻ പോവുകയാണ്, കിട്ടാൻ പോവുകയാണ്. നിങ്ങളത് കൈനീട്ടി വാങ്ങണം. ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട അഗതിയെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, എനിക്ക് ആരോരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ആ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യമൊന്ന് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിക്കാൻ എനിക്ക് ആരുമില്ല, എനിക്കൊരു കൈത്താങ്ങൽ തരാൻ എനിക്ക് ആരുമില്ല. എൻ്റെ വീട്ടിലുള്ളവർ പോലും എൻ്റെ വിഷമം കാണുന്നില്ല, അവർക്ക് കാണാനോട്ട് ഒക്കുകയുമില്ല. കർത്താവേ, ഇതാ ഞാൻ നിൻ്റെ മുമ്പാകെ വന്നിരിക്കുകയാണ്, ഏകാഗിയായി ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ നിൻ്റെ മുമ്പാകെ വന്ന് നിന്നോട് യാചിക്കുകയാണ്. എനിക്ക് കർത്താവേ, നീ എനിക്ക് ഉദ്ധാരണം തരണം, നീ എന്നെ ഉയർത്തണം, പൊടിയിൽ നിന്ന് നീ എന്നെ കരയേറ്റണം, കുപ്പയിൽ നിന്ന് നീ എന്നെ ഉയർത്തണം. കർത്താവേ, ഞാനിതാ ആത്മാവിൽ ദരിദ്രനായ തിരുമുമ്പാകെ വന്നിരിക്കുകയാണ്. എനിക്ക് ഉള്ളിൽ കാമ്പായി ഒന്നുമില്ല, ഉള്ളിൽ ആത്മാവില്ല, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശമില്ല. അതുകൊണ്ടാണ് എനിക്ക് തിന്മകൾ വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് അശുദ്ധി വരുന്നത്, അതുകൊണ്ടാണ് ചീത്ത ചിന്തകൾ വരുന്നത്,
കർത്താവെ, അതുകൊണ്ടാണ് ദിവ്യാഗ്രഹം വരുന്നത്, അതുകൊണ്ടാണ് സ്ഥാനമോഹം വരുന്നത്. എൻ്റെ കർത്താവെ, പരിശുദ്ധാത്മാവിന് എന്നിൽ ഇടം കിട്ടിയിട്ടില്ല. കർത്താവെ, എനിക്കുള്ള ആഗ്രഹമുണ്ട്. ഞാൻ അഗതിയായി വന്നിരിക്കുന്നു, ഞാൻ ദരിദ്രനായി വന്നിരിക്കുന്നു. ഈ ദരിദ്രനെ നീ പൊടിയിൽ നിന്ന് നിവർത്തേണമേ, ഈ അഗതിയെ നീ കുപ്പയിൽ നിന്ന് ഉയർത്തേണമേ. കർത്താവെ, നീ എന്നോട് മനസ്സിലെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കേൾക്കാം ഒരു മൃദുസ്വരം. ദൈവത്തിന് സ്തോത്രം. കേൾക്കാം ഒരു മൃദുസ്വരം. മകനെ, നീ എൻ്റെ മുഖത്തേക്ക് നോക്കൂ. മകളെ, നീ എന്നെ നോക്കൂ. കുരിശിൽ പിടഞ്ഞ് മരിച്ച എന്നെ നീ നോക്കൂ. സ്തോത്രം. കുരിശിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തിയെ എന്നെ നീ നോക്കൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലല്ലോ ഞാൻ കുരിശേറിയത്. ഞാൻ തെറ്റും പാവവും ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഞാൻ കുരിശേറേണ്ടി വന്നത്. ആണോ? അല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ. മോനെ, നീ എന്നെ ഒന്ന് നോക്ക്. കുരിശിൽ വേദനിച്ച് പിടയുന്ന എൻ്റെ നേരെ നീ ഒന്ന് നോക്ക്. എൻ്റെ തിരക്തത്തിലേക്ക് നീ ഒന്ന് നോക്ക്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ യേശു ക്രിസ്തുവിനെ അക്ഷരീയമായി ഒരു പടമായിട്ടോ ഒരു രൂപമായിട്ടോ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കും. അവങ്കിലേക്ക് നോക്കുക എന്നാണ് പറയുന്നത്. അവങ്കിലേക്ക് നോക്കുക, ക്രിസ്തുവിനെ നോക്കുക. പീഡയേറ്റ് പിടഞ്ഞു മരിച്ച ക്രിസ്തുവിനെ നോക്കുക. വേദനയുടെ ആത്യന്തികമായ ആധിക്യം മൂലം ഏറ്റുവാങ്ങിയ ക്രിസ്തുവിനെ നിങ്ങൾ നോക്കുക. എല്ലാം ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആ വേദനയുടെ ഒരു പ്രതിരൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ, നീ എനിക്ക് വേണ്ടി വേദനയെല്ലാം സഹിച്ചല്ലോ. ഇനിയുള്ള ആയുസ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടി മാത്രമായി എൻ്റെ ആയുസ് ഞാൻ വേർതിരിച്ചിരിക്കുകയാണ്. എന്നോട് നീ മനസ്സലിയണമേ, നീ തൊടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയല്ലോ, തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ ഈ മക്കളെയെല്ലാം അവിടെ സന്ദർശിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഈ വന്നവരുടെ പേരുകൾ എൻ്റെ കരുണയുള്ള കർത്താവ് എഴുതിയെടുത്തല്ലോ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ജീവൻ്റെ പുസ്തകം തുറന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവേ, ഇതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നീ ഒരുക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, ഈ നിൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്രദിച്ച് സമാധാനത്തോട് പറഞ്ഞയക്കണമേ. നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനിയുള്ള കൊടിയൂരിലെല്ലാം എൻ്റെ സാന്നിധ്യം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുനാഥൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.